അടുത്ത question 200. A business has an accounting year of 30th June 2005. The purchase 30th June 2006 and it purchased an item on 1st April 2005 as follows. Cost ഇത്രയാണ്. പിന്നെ 450 3-year മെയിൻ്റനൻസ് എഗ്രിമെന്റ് 15,450 ആണ് ടോട്ടൽ ഉണ്ടാവുന്നത് അല്ലെ. ഇനി ഡേറ്റ് ഓഫ് ദ പർച്ചേസിൽ എന്ത് നടക്കുന്നതാണ്? Plant and machinery had an estimated useful life to business for 5 years and estimated residual value of 2,000. This item of plant was traded in for replacement item on 30th September 2008 at an agreed value of 5,000. Asset നമ്മൾ കൊടുത്തിട്ട് വേറെ വാങ്ങി. It has been depreciated at 20% per annum on a straight line basis with a prorated charge in the year of acquisition and disposal. ഓക്കെ, അപ്പൊ ഡിസ്പോസൽ നടക്കുന്നത് അല്ലെങ്കിൽ അസറ്റ് റീപ്ലേസ് ചെയ്യുന്നത് എപ്പോഴാണ്? ദിസ് ഐറ്റം ഓൺ 30th September 2008 ആണ്. ഓക്കെ, അപ്പൊ നമ്മള് എപ്പോഴാണ് വാങ്ങുന്നത്? 1st April. സോ 1st April 2005 കോസ്റ്റ് എത്രക്ക വാങ്ങിയേ? 15,450 ഒരിക്കലും എടുക്കരുത്. ഇതൊരു കമ്മിറ്റഡ് കോസ്റ്റ് ആണ്, ഇത് എക്സ്പെൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഫ്യൂച്ചറിൽ അസറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് വാങ്ങി വെച്ചതാണ്. അപ്പൊ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കും, ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ട്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത്ര ആലോചിച്ചാൽ മതി. ഈ 450 എന്ത് ചെയ്തുകൂടാ? റവന്യൂ ആയിട്ട് ടോട്ടൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ, റവന്യൂ എന്നാ പറയുന്നത്, അസറ്റിന്റെ കോസ്റ്റ് ആയിട്ട് ടോട്ടലി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 15,000 ആണ് എടുക്കുക. ഓക്കെ, അതിന് ശേഷം വാങ്ങുന്നത് 2005 നമുക്ക് എപ്പോഴാണ്? ഇല്ല, കുറച്ചാണ് ഡിപ്രീസിയേഷൻ ഉള്ളൂ. 1st April തൊട്ട് ജൂൺ വരെയുള്ള ഡിപ്രീസിയേഷൻ. അപ്പൊ ഫസ്റ്റത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ ഇങ്ങനെ തന്നെ കാണിക്കുക. ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? 20%. അപ്പൊ 15,000 into 20% ആണ് ശരിക്കുള്ള എല്ലാ കൊല്ലമുള്ള ഡിപ്രീസിയേഷൻ. എത്രയാണ്? 3,000 per year. ഓക്കെ, ഇനി പ്രശ്നം എന്താ? 3,000 നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, ഏപ്രിലാണ് വാങ്ങുന്നത്. സോ ഏപ്രിൽ, മെയ്, ജൂൺ അല്ലെ, ഇയർ എൻഡ്, അക്കൊല്ലത്തെ ഇയർ എൻഡ് വരെ 3 months ടൈം ഇൻറ്റു 3/12 ചെയ്യും. 3/12 into 3,000 750 ആണ് എന്ത് ചെയ്യുക? നമ്മള് ആ ഫസ്റ്റ് ഇയർ ചാർജ് ചെയ്യുക. അപ്പൊ എത്രയും 15,000 minus 750 പറയുമ്പോൾ 14,250. ഇത് ക്യാരിയിങ് വാല്യൂ അറ്റ് 30th June 2005 ആണ്. നമുക്ക് 30th September 2008 വേണ്ടേ. അപ്പൊ 2006, 2007, 2008 വരെ 3 years ആയി അല്ലേ. 30th June 2005 മുതൽ 30th June 2008 വരെ 3 years ആയി. 3 years ആൻഡ് എത്ര മന്ത്സും കൂടെ ഉണ്ട്? അതായത് സെപ്റ്റംബറിനാണ് നടക്കുന്നത്. അപ്പൊ ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 3 years and 3/12 months. ഓക്കെ, അപ്പൊ 3 yearsഉം 3/12 monthsഉം ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഒരു കുഞ്ഞു ഡീറ്റെയിൽ വിട്ടുപോയിട്ടുണ്ട്. അതായത് അസറ്റിന് ഇവിടെ റെസിഡ്യുവൽ വാല്യൂ പറയുന്നുണ്ട്. റെസിഡ്യുവൽ വാല്യൂ എത്രയാണ്? 2,000 ആണ്. അപ്പൊ റെസിഡ്യുവൽ വാല്യൂ എന്തായാലും നമ്മൾ മൈനസ് ആക്കണം. ഓക്കെ, അപ്പം 15,000 minus 2,000 റെസിഡ്യുവൽ വാല്യൂ ആണ്. ഓക്കെ, സോ ഇൻറ്റു 20% ആണ് നമ്മൾ കാണാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് 13,000 into 0.2, that is 2,600. 2,600 into 3/12 650 ആണ് ഫസ്റ്റത്തെ
ചാർജ് വരുന്നത് 1000 മൈനസ് 650 എന്ന് പറയുമ്പോൾ 14250 350 സോറി. അല്ലേ? ഇനി അങ്ങോട്ട് 3 ഇയേഴ്സും 3/12 മന്ത്സും ആണ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ആദ്യം 3/12 എത്രയാണെന്ന് നോക്കാം. 0.25 പ്ലസ് 3.25 അല്ലെ. 3/12 നമുക്ക് എന്ത് ചെയ്യാം? 0.25 എന്ന് എഴുതാം. അപ്പൊ 3 പ്ലസ് 0.25 എത്രയായി? 3.25 ഇയേഴ്സ് അല്ലെ. ഓക്കെ അല്ലെ. അപ്പം ഡിപ്രീസിയേഷൻ വീണ്ടും എങ്ങനെയാണ് കാണിക്കുക? 2600 into 3.25%, sorry, 3.25 by, sorry, 3.25 by വേണ്ട, 3.25. ഓക്കെ അല്ലേ? That would be how much? 450. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാണ്. 3 ഇയേഴ്സും 3/12 മന്ത്സും ആണ് 30th September 2008 വരെ. ഓക്കെ, അതായത് ലാസ്റ്റ് നമ്മൾ കാണിച്ച 30th June 2005 മുതൽ 30th September 2008 വരെ അത്രയാണ്. അപ്പം 3/12 നമ്മൾ 0.25 ആയിട്ട് എടുത്തു. അപ്പൊ 3.25 ഉണ്ട്. 2600 into 3.25 എന്ന് പറയുമ്പോൾ 8450 കിട്ടും. $8450 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ക്യാരിയിങ് വാല്യൂ ഓഫ് ദി അസറ്റ് എത്രയാണ് ഉണ്ടാവുക? 14350 minus 8450, that is 5900 ആണ് ക്യാരിയിങ് വാല്യൂ അറ്റ് September 2008. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? 5900 നമുക്ക് എന്തുണ്ട്? അതിന്റെ ക്യാരിയിങ് വാല്യൂ ഉണ്ട്. ഇനി അത് നമ്മൾ വിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാലോ. വിൽക്കുന്നതല്ല, നമ്മൾ റീപ്ലേസ്മെന്റ് ആണ് നോക്കിയത് അല്ലെ. അപ്പൊ റീപ്ലേസ് ചെയ്തപ്പം എന്താണ് സംഭവിച്ചത്? റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ 5000 അത് ട്രേഡിന് ചെയ്തത് അല്ലെ. അല്ലെങ്കിൽ 5000 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഉറപ്പിച്ചിട്ട് എഗ്രീഡ് വാല്യൂ പറയുന്നുണ്ട്. മുമ്പേ ആലോചിക്കണം, സ്ക്രാപ്പ് വാല്യൂ വെറും 2000 പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് നമ്മൾ എക്സ്ചേഞ്ച് ഓഫറിൽ അവരെന്താ പറയുന്നത്? നിങ്ങൾ 5000 എടുത്തോ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 5000 ആണ് അവർ പറഞ്ഞ വില. ഓക്കെ, പക്ഷെ നമ്മളുടെ ക്യാരിയിങ് വാല്യൂ 5900 ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾക്ക് ലോസ് അല്ലേ? കാരണം ക്യാരിയിങ് വാല്യൂ കൂടുതലായിട്ട് പറയുന്നുണ്ട്, പക്ഷെ അത്രയും നമുക്ക് കിട്ടുന്നില്ല. 900 ലോസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Abacus company started the year with total receivables of 87,000 and an allowance for receivables of 2500. Okay, അപ്പം allowance 2500 ആണ്, total receivables 87,000 ആണ്. During the year, two specific debts were written off, one for 800 and the other for 550. Debt of 350 that had been written off as a recoverable debt in the previous year was paid during the year. At the year end, total receivables were 90,000 and the allowance for receivables was 2300. What is the charge to statement of profit and loss for the year ended in respect of irrecoverable debt and allowance for receivables? Okay, so ഇവിടെ ചോദിക്കുന്നത് നമ്മൾ SOPL എന്തൊക്കെ എടുക്കാന്നാണ്. SOPL ഐറ്റം ആയിട്ട് എന്തൊക്കെയാണ് എടുക്കാന്നാ ചോദിക്കുന്നത്.
സി നമ്മൾ ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപേ അലവൻസ് ആയിട്ട് നമ്മൾ ഇറിക്കവറബിൾ ഡെപ്സിൽ യൂസ് ചെയ്ത ഐറ്റം ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അവര് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതായത് ഒഴിവാക്കി പോകുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യില് ഇറിക്കവറബിൾ ഡെപ്റ്റ് ആയിട്ട് എത്ര റൈറ്റ് ഓഫ് ചെയ്തു? അതായത് 800 പ്ലസ് 550 അല്ലെ, അതായത് 1350 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തു. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇറക്കവറബിൾ ഡെപ്റ്റ് എന്തായാലും എസ് ഒ പിയിലേക്ക് എടുക്കണം. ഓക്കെ, ഇത് ജേർണൽ എൻട്രി ആയിട്ട് ബന്ധമുള്ളതല്ല ചോദിക്കുന്നത്. നിങ്ങളോട് സുമാറ് ചോദിക്കുവാണ് എന്താണ് എസ് ഒ പി എൽ ഇറക്കവറബിൾ ഐ ഡി ആയിട്ട് എടുക്കേണ്ടതെന്നാ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ജേർണൽ എൻട്രി എല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക, ലോജിക്കലി ചിന്തിക്കുക. നമ്മള് ബാഡ് ഡെപ്റ്റ് ആയിട്ട് 1350 റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടി? ഇറക്കവറബിൾ ഡെപ്റ്റ് ആയിട്ട് 350 തിരിച്ചു കിട്ടി, അതായത് ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് ആയി അല്ലെ. അപ്പൊ ഇനി ഈ 1350 നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ വിചാരിച്ച 1350 ഇനി 350 വേണ്ടാലോ, കാരണം അത് നമുക്ക് കിട്ടി. അപ്പൊ ആ 350 നമ്മൾ ഒഴിവാക്കിയേ. ഓക്കെ, ഇനി എന്താ പറയുന്നേ? ഇവര് ഇയറിന്റെ, അതായത് ഫസ്റ്റില് 2500 ആണ് ഫിക്സ് ചെയ്തത് അല്ലെ. പിന്നീട് അത് എങ്ങനെയായിട്ട് മാറി? 2300 ആയിട്ട് മാറി. അപ്പൊ 200 ഡിക്രീസ് അല്ലേ, അപ്പൊ വീണ്ടും എന്ത് ചെയ്തു? അലവൻസ് ഡിക്രീസ്ഡ് ആയി അല്ലെ. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഇനി 200 നമുക്ക് ചിലപ്പം കിട്ടാൻ സാധ്യത ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടല് നമ്മൾ എത്രയാണ് ഇറക്കവറബിൾ ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? 800 ആണ് നെറ്റ് റിക്കവറബിൾ ഡെപ്റ്റ് റിട്ടേൺ ഓഫ്. ക്ലിയർ അല്ലേ? അതായത് നമ്മൾ ഒഴിവാക്കിയതിനാ ഇറിക്കവറബിൾ ഡെപ്റ്റ് ആക്കിയിട്ട് ഒഴിവാക്കി. അലവൻസ് അല്ല, ഇറിക്കവറബിൾ ഡെപ്റ്റ് ആക്കിയിട്ട് ഒഴിവാക്കി. അലവൻസിലേക്ക് അല്ല എടുക്കുന്ന, നമ്മൾ ഡയറക്റ്റ് എസ് ഒ പി എൽ എടുത്തിട്ട് അതിനെ നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ,